ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം. ടെലിവിഷനിലൂടെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായക വരങ്ങളെക്കുറിച്ചാണ്. സഹായക വരങ്ങളിൽ 9 വരങ്ങളുള്ളതിൽ 1-2 വരങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ ധ്യാനിക്കാം. പിന്നീട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ധ്യാനിക്കാം. എന്തിനാണ് വരങ്ങൾ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് പറ്റും. 1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഓരോരുത്തരും തനിക്ക് കിട്ടിയ വരത്തെ ദൈവത്തിൻ്റെ വിവിധ വരങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്നതുപോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിലൂടെ ദൈവം മഹത്വപ്പെടുന്നു. നമ്മളിലൂടെ യേശുക്രിസ്തു മഹത്വപ്പെടുന്നു. ദൈവം മഹത്വപൂർണനാണ്. ദൈവത്തിൻ്റെ മഹത്വം അതിൽ തന്നെ പൂർണ്ണമാണ്. എന്നാൽ ദൈവം മഹത്വപ്പെടട്ടെ എന്ന് പറയുമ്പോൾ സ്രഷ്ടാവായ ദൈവം മഹത്വപ്പെടുന്നത് സൃഷ്ടികളായ നമ്മളുടെ ജീവിതം വഴിയായിട്ടാണ്. ഒരപ്പന് 2 മക്കളുണ്ട്. ഒരാൾ മദ്യപിക്കുന്നയാളാണ്, മദ്യപിച്ച് വഴി കിടക്കുന്നു. ഒരാൾ വളരെ ഡീസൻ്റായ പയ്യനാണ്. കുടിച്ചു കിടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ ആളുകൾ ചോദിക്കും, ഇതാരായി വഴി കുടിച്ചു കിടക്കുന്നത്? ഇതാ തോമാച്ചൻ്റെ മോനാ. ഓ, ഇത് തോമാച്ചൻ്റെ മോനാ. ഇത് ആരുടെ മഹത്വമാണ് പോയത്? ഒരാൾ പഠിച്ച് നല്ല നിലയിലായി അവാർഡ് പ്രധാനമന്ത്രിയിൽ നിന്ന് വാങ്ങിക്കുന്നു. അത് ആരുടെ മകനാ? അതാ തോമാച്ചൻ്റെ മോനാ. ഓ, തോമാച്ചൻ്റെ മോനാ. വ്യത്യാസം കണ്ടോ? അപ്പന് മഹത്വം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ നന്നായി ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ദൈവം മഹത്വപ്പെടുകയാണ്. ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുടെ സഹായം വളരെ നല്ലതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർ യേശു ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യും. യേശു അതിനുള്ള വരം അപ്പസ്തോലന്മാർക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വരങ്ങളുടെ ഉപയോഗം അങ്ങ് വരെയും ഉണ്ടാകണമെന്ന് എഫെസൂസ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാണെന്ന് ഇപ്രകാരം പറയുകയാണ്, ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വരങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ ചില കാലഘട്ടത്തിൽ മാത്രമുള്ളതാണെന്ന് ആരും ചിന്തിച്ചേക്കരുത്. ചില ആളുകൾ ഇങ്ങനെയാണ് പറയുന്നത്, ഓ, അത്ഭുതത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞുപോയി, രോഗശാന്തിയുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഒരു കാലഘട്ടമൊന്നുമില്ല. നമുക്കറിയാം 1967 അമേരിക്കയിലെ ഡ്യൂക്കേൻ സർവകലാശാലയിൽ ഏതാനും ചില അൽമായ സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്നും. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് രണ്ടാമതൊരു പന്തക്കൊസ്ത സഭയിൽ രൂപപ്പെടുന്നത്. അങ്ങനെ 1967 ആരംഭിച്ച
ആ കൂട്ടായ്മ ഇന്ന് വളർന്ന് അത് അമേരിക്കയിൽ ആരംഭിച്ചത് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് ആ കരിസ്മാറ്റിക് ശുശ്രൂഷ, കരിസ്മാറ്റിക് ധ്യാനം എന്നൊക്കെ പറഞ്ഞാലും അതൊരു കരിസ്മാറ്റിക് മൂവ്മെൻ്റാണ്, അതൊരു ചലനമാണത്. കരിസ്മാറ്റിക് ശുശ്രൂഷ അതങ്ങ് വളരുകയാണ്. അത് വളർന്ന് ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകം തന്നെ ജലവും കാറ്റുമൊക്കെയാണ്. കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തതുപോലെ ജലത്തെ അണകെട്ടി എത്ര കാലം നിർത്താൻ പറ്റും? ഇടുക്കി ഡാമിലൊക്കെ അണകെട്ടി വെള്ളം നിർത്തിയിട്ടുണ്ട്. അതാ വെള്ളം താഴേക്കെടുത്ത് കറണ്ട് എടുക്കാൻ വേണ്ടി വെള്ളം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഡാമിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നുണ്ട്. അളവ് കുറയാതെ കൊലക്കാലം ആ ഡാം അവിടെ നിൽക്കട്ടെ, വെള്ളം ഒരിക്കലും പുറത്തേക്ക് പോകാതിരിക്കട്ടെ. ഒരു ദിവസം അത് തന്നെ പൊട്ടിപ്പോവും. അധികം കാലം അങ്ങനെ ഒരു അണയ്ക്ക് പോലും നിൽക്കാനായിട്ട് പറ്റുകയില്ല. വെള്ളത്തെ അങ്ങനെ കെട്ടി നിർത്താനായിട്ട് പറ്റുന്നതൊന്നല്ലല്ലോ അത്. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയൊന്നും ഒരു വ്യക്തിക്കും കെട്ടി നിർത്താനോ ഒതുക്കി നിർത്താനോ ഒന്നും പറ്റുന്നതല്ല. നമ്മുടെ ചില ചിന്തകളും നമ്മുടെ ചില അറിവുകളും ഒക്കെ ഉണ്ട്. ആ അറിവിനുമൊക്കെ അപ്പുറമായിട്ടാണ് നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ 2 ഉദാഹരണം നിങ്ങളോട് പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിൽ ഒരു കൺവെൻഷൻ ഞങ്ങൾ നടത്തുകയാണ്. പോട്ട ഡിവൈൻ ടീമിൻ്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ. ആ കൺവെൻഷൻ്റെ അവസരത്തിൽ അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി പയ്യപ്പള്ളി അച്ഛൻ സ്റ്റേജിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് രോഗശാന്തി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അരയ്ക്ക് തളർന്നു പോയ ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അതിൻ്റെ കഴുത്താണ് ഒടിഞ്ഞു കിടക്കുകയാണ്. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പ്രാർത്ഥിച്ച അതേ സെക്കൻഡിൽ ആ കുഞ്ഞിൻ്റെ കാലുകൾ പെട്ടെന്ന് ബലം വെച്ച് കാല് നേരെ നിൽക്കാനുള്ള ശക്തിയായി. അപ്പോഴും ആ കഴുത്തങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഈ കൊച്ചിനെ എടുത്ത് ഉയർത്തിപ്പിടിച്ച് ഈ കാലുകൾക്ക് ബലം കിട്ടിയ കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പയ്യപ്പള്ളിയച്ഛൻ എന്നോട് പറഞ്ഞു ആ കൊച്ചിനെ ആ ഓൾട്ടറിൽ നിർത്താൻ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ആ പീഠത്തിൽ, ആ ഓൾട്ടറിൽ ആ കുഞ്ഞിനെ നിർത്താൻ പറഞ്ഞപ്പോൾ ഇതാണെങ്കിൽ ശരീരത്ത് വട്ടം, ഈ തുണിയൊക്കെ കെട്ടി യൂറിനൊക്കെ പോയി ദുർഗന്ധം വരുന്ന ഒരു ശരീരമാണ് ഈ കൊച്ചിൻ്റേത്. എന്തോ ആ പ്രാർത്ഥനയുടെ സമയത്ത് ഈ ദുർഗന്ധമൊക്കെ മറന്ന് ആ കൊച്ചിനെ ഞാൻ കൈകളിലെടുത്ത് പ്രാർത്ഥിച്ചതാണ്. അച്ഛൻ പറഞ്ഞ എന്നോട് ആ കൊച്ചിനെ ആ വെള്ളത്തുണി വിരിച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാന വെച്ചിരിക്കുന്ന ആ ബലിപീഠത്തിൽ ആ കുഞ്ഞിനെ നിർത്താൻ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. ഞാൻ കേട്ടിട്ടുള്ള അറിവനുസരിച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന പീഠത്തിൽ മെഴുകുതിരി കത്തിക്കുന്ന ഗ്ലോബ് വയ്ക്കാം, പൂക്കൾ വെച്ച് അലങ്കരിക്കാം. ഇപ്പോഴാണെങ്കിൽ ആ പൂക്കൾ ആ പീഠത്തെ വെക്കരുത്, അല്പം കൂടെ താഴെ 2 സ്റ്റാൻഡ് ഉണ്ടാക്കി അതേ വെക്കണമെന്നാണ് പുതിയതായി ഒരു നിയമമുള്ളത്. അത്ര പോലും ആ പീഠത്തെ ഏറ്റവും ബഹുമാന്യമായി കാണണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ കണ്ട് വളർന്നിരിക്കുന്ന എന്നോട് ഈ കൊച്ചിനെ, അഴുക്ക് നിറഞ്ഞ ശരീരമുള്ള ആ കൊച്ചിനെ ആ വെള്ളത്തുണിയിൽ നിർത്തിയാൽ ആ കുഞ്ഞിൻ്റെ കാലൊക്കെ അവിടെ പതിയും, ആ പാദം പോലും അവിടെ പതിയും. ഈശോ ഇരിക്കുന്ന അതേ സ്ഥലത്ത് ആ കൊച്ചിനെ ഞാൻ എങ്ങനെ നിർത്തും? അതായിരുന്നു എൻ്റെ ബുദ്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. അതെൻ്റെ ബുദ്ധിയല്ലേ പ്രിയരെ? ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ എൻ്റെ ബുദ്ധിക്കുള്ളിൽ ഒതുക്കാൻ പറ്റുമോ? എൻ്റെ ബുദ്ധിക്കും അപ്പുറമല്ലേ ദൈവം നിൽക്കുന്നത്? അച്ഛൻ വീണ്ടും ആ കുഞ്ഞിനെ അവിടെ നിർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ ആ പീഠത്തിലേക്ക് നിർത്തിയ അതേ സമയം അച്ഛൻ അങ്ങേ സൈഡിൽ നിന്നുകൊണ്ട് കൈയൊന്ന് നീട്ടി. കൈ നീട്ടിയപ്പോൾ ആ കഴുത്ത് ഒടിഞ്ഞു കിടന്ന, ജന്മനാ കഴുത്ത് നിവരാത്ത ആ കുഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ട് തല നിവർത്തി അച്ഛനെ നോക്കി ചിരിച്ചു. പ്രിയരെ, നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ്. ഇതുപോലെ മറ്റൊരു സംഭവം കൂടെ ഞാൻ പറയാം. മാള സ്നേഹഗിരി പർദീസ ബൈബിൾ കൺവെൻഷൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് സമാപന ആരാധനയാണ്. രോഗശാന്തി പ്രാർത്ഥന, അഭിഷേക പ്രാർത്ഥന. ഞാൻ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു കമൻട്രി പോലെ
ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയിലൂടെ കടന്നു വരുന്നു. ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ്. മുത്തിക്കുടയേന്തി, മണിയടിച്ച്, ധൂപക്കുറ്റി വീശി, പൂക്കൾ പിടിച്ച മാലാഖമാരെ പോലെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ആ അകമ്പടിയോടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുകയാണ്. ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്, പാലസ്തീനായുടെ തെരുവീഥികളിലൂടെ നടന്നു നീങ്ങിയ അതേ കർത്താവാണ് ഈ വഴിയിലൂടെ നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരുന്നത്. ഈ കർത്താവിനെ തൊട്ടാണ് രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിച്ചത്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത, യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രോഗികളെ സുഖപ്പെടുത്താൻ കഴിവുള്ള ഒരു ശക്തി പ്രവഹിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യ പ്രദർശനത്തിൻ്റെ അവസരത്തിൽ ആരെല്ലാം യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം സൗഖ്യം പ്രാപിക്കും. ഈ കർത്താവിനെ തൊട്ടാണ് സൗഖ്യം കിട്ടിയത്. ഇത്രയും ഞാൻ പറഞ്ഞില്ല, ജനം മുഴുവനും ആ സെക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് വഴിയിലേക്ക് വന്ന് അരളിക്കായെ തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും തൊട്ട് കഴിഞ്ഞാൽ ഒരു ക്രമമല്ലാത്ത ഒരു പ്രാർത്ഥനാ രീതിയായി പോകും. പൗലോസ്ലീഹ പറയുന്നുണ്ട് എല്ലാം ക്രമമായി ചെയ്യണമെന്ന്. അപ്പം അതുകൊണ്ട് ആരോ രണ്ടുപേര് പ്രേക്ഷിതരാണോ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, അരളിക്കായൽ ആരും തൊടരുത് എന്ന് പറയണം. ഞാനതുകൊണ്ട് ആ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും അരളിക്കായ തൊടണ്ട, നിങ്ങൾ സൈഡിൽ നിന്നുകൊണ്ട് കൈകൂപ്പിയോ കൈ നീട്ടിയോ പ്രാർത്ഥിച്ചോളൂ. അരളിക്കായെ തൊട്ട് പ്രാർത്ഥിക്കരുത്, നിങ്ങൾ സൈഡിലേക്ക് മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട് അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്കരായ ആളുകൾ സൈഡിലേക്ക് മാറി. അവിടെ കൺവെൻഷന് പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു അക്രൈസ്തവ സഹോദരി, ആ അക്രൈസ്തവ സഹോദരി കൈ സൈഡ് മുതൽ ഒറ്റ വ്രണമായിരിക്കുകയാണ്. ഈ സഹോദരി പെട്ടെന്ന് മുമ്പിലേക്ക് വന്നു. ആ സഹോദരി അരളിക്കായി തൊട്ടു. പ്രേക്ഷിതർ വരുന്നു തൊടരുത് എന്ന് പറഞ്ഞ ആ സഹോദരിയെ എടുത്ത് സൈഡിലേക്ക് മാറ്റി. ആ സഹോദരി ആ സൈഡിൽ കിടന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിപ്പിനേക്കാൾ ശബ്ദമാണ് ഈ സഹോദരിയുടെ നിലവിളിക്ക്. സ്തുതിപ്പ് നിന്നു. ആളുകൾ നോക്കിയപ്പോൾ ആ സഹോദരി കൈ ഉയർത്തി. ആ കൈയിലെ വ്രണം, ആ മുറിവ് പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു. എന്താ പ്രിയരെ ഞാൻ പറഞ്ഞത്? തൊടരുത് എന്നുള്ളത് എൻ്റെ ബുദ്ധിയുടെ അറിവാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. അത് കേൾക്കാതെയാണ് ആ സഹോദരി അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടും ആ സഹോദരി സൗഖ്യം പ്രാപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ബുദ്ധിക്കുമൊക്കെ അപ്പുറമായി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വരങ്ങൾ തന്നു കഴിഞ്ഞാൽ രോഗികളായിരിക്കുന്ന പലരെയും നമുക്ക് ആശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സൗഖ്യത്തിലേക്കും കൊണ്ടുവരാൻ പറ്റും. അനേകർ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനായിട്ട് കാരണമായിത്തീരും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയും ഈ ശുശ്രൂഷ തുടരണം. അതുകൊണ്ട് ശുശ്രൂഷ കഴിഞ്ഞെന്നോ, അത്ഭുതത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞെന്നോ, പണ്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നോ ആരും പറയുകയല്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ ആയതുകൊണ്ട് ഇന്നും അതേ അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടി വിയുടെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന എത്രയോ പേര് എൻ്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അരളിക്ക ടി വിയിൽ കണ്ടു കഴിയുമ്പോൾ ടി വിയുടെ സ്ക്രീനെ പോയി തൊട്ടുമുത്തി സൗഖ്യം പ്രാപിച്ചിട്ടുള്ള ആളുകൾ. നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവം ഇന്നും ജീവിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർത്താവ് ഇന്നും ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സംഭവം കൂടെ ഞാൻ പറയട്ടെ. ടി വിയിലൂടെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പ്രകടമാകുന്നതിനെക്കുറിച്ച് ഞാൻ പറയാം.
ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ കഴിഞ്ഞ വർഷം മരിയോത്സവം എന്ന പേരിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷൻ നായിക്കമ്പർമലച്ചൻ നാട്ടിലുണ്ടായിരുന്നില്ല, അച്ഛൻ വിദേശത്തായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട കൊച്ചുമാത്തച്ഛനോട് പറഞ്ഞ അച്ഛാ, നായിക്കമ്പർമലച്ചൻ്റെ ഒരു പ്രസംഗം വന്നാൽ നല്ലതാണ്. അച്ഛൻ പറഞ്ഞു ഞാനും അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അച്ഛൻ്റെ പ്രസംഗം നമുക്ക് അവർ യൂട്യൂബിൽ ഇങ്ങോട്ട് അയച്ചു തരട്ടെ, അല്ലെങ്കിൽ അവർ CD യിലാക്കി അയച്ചു തരട്ടെ, വാട്സപ്പിലോ മറ്റോ അയച്ചു തരട്ടെ. അങ്ങനെ അയച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് CD യിലെടുത്ത് ആളുകളെ കേൾപ്പിക്കാമല്ലോ. അരമണിക്കൂർ നേരത്തെ പ്രസംഗം ഞങ്ങളത് CD യിലാക്കി. ഞാനത് സ്റ്റേജിൽ TV ഓണാക്കുന്ന സഹോദരങ്ങളുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ച് അത് അവരതങ്ങോട്ട് വെച്ചു. അരമണിക്കൂർ നേരം ഞാൻ ആരംഭത്തിലെ ആളുകളോട് പറഞ്ഞു, ഇപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പർമലച്ചൻ്റെ പ്രസംഗമാണ്, അച്ഛനെവിടെ ഇല്ല, എന്നാലും നിങ്ങൾ പ്രസംഗം കേൾക്കണം. അച്ഛൻ പ്രസംഗം പറയുന്നത് പോലെ തന്നെ ആളുകൾ അതുപോലെ തന്നെ കേട്ടു, പ്രതികരണം അതുപോലെ തന്നെ, കൈയടിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരമണിക്കൂർ നേരത്തെ ആ പ്രോഗ്രാം അങ്ങ് കഴിഞ്ഞു. കഴിഞ്ഞ അതേ സമയത്ത് ഞാൻ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആളുകൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ കിട്ടിയ സന്ദേശം ഞാൻ ആ ജനത്തോട് പങ്കുവെച്ചു. രോഗശാന്തി കിട്ടിയവരെ കരമുയർത്തി സാക്ഷ്യപ്പെടുത്തി. കണ്ണിന് സൗഖ്യം കിട്ടിയവരുണ്ടായിരുന്നു, ശരീരത്തിൻ്റെ വേദന മാറിപ്പോയവരുണ്ടായിരുന്നു. അങ്ങനെ പല രോഗങ്ങളും മാറിപ്പോയ സാക്ഷ്യം. ആ കൂട്ടത്തിൽ ജായിസ് എന്നു പേരായ ഒരു സഹോദരൻ, അദ്ദേഹം സൗദിയിൽ ജോലി ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ തള്ളവിരൽ മടങ്ങിയേല 11 വർഷമായിട്ട്. ഈ മാത്തുച്ചൻ്റെ പ്രസംഗം TV യിലൂടെ കേട്ടുകൊണ്ടിരുന്ന അതേ സമയത്ത് ഒരു ശക്തി കയ്യിലേക്ക് വന്നു. ആ നിമിഷം തന്നെ വിരൽ മടങ്ങാൻ തുടങ്ങി. ഞാൻ ആ സഹോദരനെ സ്റ്റേജിലേക്ക് വിളിച്ച് സ്റ്റേജിൽ നിർത്തി സാക്ഷ്യം പറയിപ്പിച്ചു. പേര് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. പേരിന് എന്തോ ഒരു അല്പ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഏതായാലും സൗഖ്യം പ്രാപിച്ച സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ TV യിലൂടെ തിരുവചനം കേൾക്കുന്ന വ്യക്തികൾക്ക് സൗഖ്യമുണ്ടാകും എന്നതിൻ്റെ ധാരാളം അനുഭവങ്ങളും അറിവുകളും എനിക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കർത്താവ് വൻ കാര്യം നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഓരോ വരങ്ങളെക്കുറിച്ചും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ വരമായി ഞാനിപ്പോൾ എടുക്കുന്നത് അറിവിൻ്റെ വരമാണ്. അറിവിൻ്റെ വരം എന്നൊക്കെ പറഞ്ഞാലും അതിനെ അറിവിൻ്റെ വചനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, ഒരാൾക്ക് അറിവിൻ്റെ വചനം, വിവേകത്തിൻ്റെ വചനം. അറിവിൻ്റെ വചനം, വിവേകത്തിൻ്റെ വചനം, ഇത് രണ്ടും ഒരേ വരം തന്നെയാണ്. ഈ അറിവിൻ്റെ വരവും വിവേകത്തിൻ്റെ വരവും ഒന്ന് തന്നെയാണ്. അറിവിൻ്റെ വരം കിട്ടുന്ന വ്യക്തികൾക്ക് വിവേകത്തിൻ്റെ വരവും കൂടി ഒരുമിച്ച് കിട്ടുകയാണ്. എന്താണ് അറിവിൻ്റെ വരം എന്ന് ചോദിച്ചാൽ അറിവ് പറയാനുള്ള കഴിവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനാണ് വരങ്ങൾ? തകർന്നു കിടക്കുന്ന ആലയങ്ങളെ പണിതുയർത്താനാണ്. അങ്ങനെയാണെങ്കിൽ എന്തറിവാണ് പറയാനുള്ളത്? അതായത് ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനെക്കുറിച്ച് അറിയാം. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന വ്യക്തി ആരാണെങ്കിലും ആ വ്യക്തിയുടെ മുഴുവനും കാര്യം, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്ന വ്യക്തിയുടെ മുഴുവനും കാര്യവും ദൈവത്തിനറിയാം. വരുന്നവരുടെയും വരാത്തവരുടെയും കാര്യം ദൈവത്തിനറിയാം. ഇപ്പം ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് ദൈവം ഒരാളെ പറഞ്ഞു വിടുകയും ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അറിയാവുന്ന ആ അറിവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ഒരു ചെറിയ കഷണം, ഒരു ചെറിയ പങ്ക് നമുക്ക് പകർന്നു തരികയാണ്. ആ വ്യക്തിക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ, ചിലത് ആ വ്യക്തിക്ക് പോലും അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. ആ വ്യക്തിയുടെ ചില പ്രശ്നത്തിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നു. ഈ അറിവിൻ്റെ വരം നമുക്ക് ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് പോലുള്ള ശുശ്രൂഷകൾ നടത്താൻ, നല്ല ആത്മീയ ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ, പ്രത്യേകിച്ച് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഉപദേശം കൊടുക്കലല്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വേദനകളും നൊമ്പരങ്ങളും കേട്ട് അവരെ കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, സഭയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ ഒരു വിധവയായ സ്ത്രീക്ക് ഒരു സഹോദരൻ കൗൺസിലിംഗ് കൊടുക്കുന്നതിനെക്കുറിച്ച്.
ഈശോയെക്കുറിച്ചാണ് സംസാരിച്ചത്. ആ സഹോദരി തന്നെ പറയുന്നു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും എന്ന്. അത് ആ സഹോദരിയെ കൊണ്ട് തന്നെ തീരുമാനമെടുപ്പിക്കുകയാണ്. എത്രയോ ആളുകളാണ് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ധ്യാനമന്ദിരത്തിലേക്കും മറ്റുമൊക്കെ കടന്നു വരുന്നത്, വ്യക്തിപരമായി ഞങ്ങളെ കാണാൻ വേണ്ടി കടന്നു വരുന്നത്, ആത്മഹത്യ ചെയ്യണം എന്നാഗ്രഹിച്ച് കടന്നു വരുന്ന ആളുകൾ. കടബാധ്യതയാണ്, പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവരോട് അല്പനേരം ആത്മാവിനെക്കുറിച്ചും ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് കഴിയുമ്പോൾ അവർ തന്നെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ മരിക്കണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഡിവോഴ്സ് വേണ്ട, അങ്ങനെയാണെങ്കിൽ വിവാഹമോചനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊക്കോളാം, പ്രശ്നമുണ്ടെങ്കിലും കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ, അത് മതി. രോഗമാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, മരിച്ചാൽ മതി. രോഗം മാറുന്നില്ല, പക്ഷെ രോഗം അതുപോലെ തന്നെ നിൽക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ പറയുകയാണ്, രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ദൈവത്തെ അറിയാൻ പറ്റിയല്ലോ. അവർ തന്നെ തീരുമാനമെടുക്കുകയാണ്. നമ്മൾ അവരോട് സംസാരിക്കുന്നു, അവർക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഈ അറിവിൻ്റെ വരമുള്ള വ്യക്തികൾക്ക് ഇതുപോലെ മനുഷ്യരെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അറിവിൻ്റെ വരം അപ്പസ്തോലന്മാർ ഉപയോഗിച്ചിരുന്നുവെന്നും പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്നുവെന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അറിവിൻ്റെ വരത്തിൻ്റെ ചില ഉദാഹരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. അത് യേശു ക്രിസ്തുവും പത്രോസും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. സംഭവം ഇതാണ്, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പത്രോസ് ഈശോയോട് പറയുകയാണ്. അങ്ങനെ ഈശോയോട് പറയുമ്പോൾ ഈശോ പത്രോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിക്കളയും. അങ്ങനെ തള്ളിപ്പറയും എന്ന് പറയാനായിട്ടുള്ള കാരണം തള്ളിപ്പറയുന്നത് കൊണ്ട് പറഞ്ഞതല്ല. പത്രോസ് തള്ളിപ്പറയും എന്ന കാര്യം നമ്മുടെ കർത്താവ് അറിവിൻ്റെ വരത്താൽ നേരത്തെ മനസ്സിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ കഴിഞ്ഞകാല ജീവിതം ഈശോയ്ക്കറിയാം, പത്രോസിൻ്റെ ഇനി വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ചും ഈശോയ്ക്കറിയാം. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുമെന്നും തള്ളിപ്പറഞ്ഞതിന് ശേഷം തിരിച്ചു വരുമെന്നും തിരിച്ചു വന്ന് പിന്നീട് പത്രോസ് തന്നെ മാർപ്പാപ്പയായി തീരുമെന്നൊക്കെ അറിയാവുന്ന വ്യക്തി ഈശോയാണ്. ആ അറിവാണ് ഈശോയെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിക്കുന്നത്. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. അങ്ങനെ പറഞ്ഞതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, പത്രോസ് ഈശോയെ തള്ളിപ്പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. തള്ളിപ്പറഞ്ഞു. ഈശോയെ പടയാളികളെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പത്രോസ് അപ്പസ്തോലൻ പുറത്ത് ആ ദേവാലയത്തിന് വെളിയിൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കണ്ടിട്ട് യേശുവിൻ്റെ കൂടെയുള്ളവനെ പോലെ തോന്നുന്നു. ഞാൻ അവനെ അറിയുകയില്ല. ഒരു സാധാരണ സ്ത്രീ, ഒരു അടിമയായ സ്ത്രീ ചോദിച്ചിട്ട് പോലും ഞാൻ അറിയില്ല എന്ന് പറയുന്നു. 3 തവണ തള്ളിപ്പറയുകയാണ്. അങ്ങനെ തള്ളിപ്പറഞ്ഞ അതേ അവസരത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കോഴി കൂവുകയാണ്. പെട്ടെന്ന് ഈശോ പറഞ്ഞ കാര്യം ഓർത്തു. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് മനംനൊന്ത് കരഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. പുറത്തുപോയി അവൻ കരഞ്ഞു, മനംനൊന്ത് കരഞ്ഞു. അപ്പോൾ ആ അറിവിൻ്റെ വരത്താൽ നേരത്തെ സംഭവിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് പിന്നീട് തിരിച്ചു വരാൻ ഒരവസരമായി. പോട്ടെ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ജോസഫ് ഇരിട്ടി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ കൗൺസിലിങ്ങിന് വന്നു. മദ്യപാനിയാണ്, ഇനി മദ്യപിക്കരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഇനി ഞാൻ മദ്യപിക്കുകയല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇനിയും മദ്യപിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചേന ചെത്തുന്നത് പോലെ ആയിപ്പോവും. കുടിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാളങ്ങ് പോയി. 2 വർഷം അയാൾ കുടിച്ചില്ല. അവസാനം അയാൾ കുടിച്ചു. അയാൾക്ക് കുടി നിർത്താൻ പറ്റുന്നില്ല. ശരീരം മുഴുവനും വിണ്ട് കീറി ചേന ചെത്തിയ പോലെ തന്നെ. ഒരാൾ വീട്ടിൽ വന്നപ്പോൾ പറയുകയാണ്, ഇയാളുടെ ശരീരം ചേന ചെത്തിയതുപോലെയാണല്ലോ എന്ന്. ചേന ചെത്തിയതുപോലെയാണല്ലോ. അയൽവക്കത്തെ ഒരാൾ വന്ന് പറഞ്ഞിട്ടങ്ങ് പോയതാ. പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾ ആ കട്ടിലിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, 2 വർഷം മുമ്പ് പോട്ടെ ധ്യാനം കൂടുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞതാണല്ലോ, കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ചേന ചെത്തുന്നത് പോലെയാകുമെന്ന്. ഭാര്യയോട് പറഞ്ഞു, എടി നമുക്ക് പെട്ടെന്ന് പോട്ടയിലേക്ക് പോകാം, ഇനി ഒരു ഡോക്ടറെയും കാണണ്ട, ഒരു മരുന്നും കഴിക്കണ്ട, നമുക്ക് പോട്ടയ്ക്ക് പോകാം. അങ്ങനെ ഈ സഹോദരൻ പെട്ടെന്ന് പോട്ടെ ആശ്രമത്തിലെത്തി. ഈ ഡോക്ടറെ കണ്ടു.
ഡോക്ടറെ എന്നോട് ക്ഷമിക്കണം, എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയി, ഞാൻ കുടിച്ചുപോയി. അന്ന് പറഞ്ഞില്ലേ ചേന ചെത്തുന്ന പോലെ എൻ്റെ ശരീരമാകുമെന്ന്, അതുപോലെ തന്നെ ആയിരിക്കുകയാണ്. ഷർട്ട് അങ്ങോട്ട് ഊരിയപ്പോൾ ദേഹത്തങ്ങ് ഒട്ടി നിൽക്കുകയാണ് ഈ പഴുപ്പും ചലമെല്ലാം കൂടെ. ആ ഡോക്ടർ പ്രാർത്ഥിച്ചു. ഒരാഴ്ചയും കൂടെ ആ മനുഷ്യൻ ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ധ്യാനത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം പൂർണ്ണമായി സൗഖ്യപ്പെടാൻ കാരണമായി തീർന്നു. അന്ന് പറഞ്ഞ ആ പ്രവചന സന്ദേശമാണ് അയാൾക്ക് വീണ്ടും പോട്ടയിലേക്ക് വരാൻ പറ്റിയത്. അയാൾ എത്രയോ ഡോക്ടേഴ്സിനെ കണ്ടതാണ്, ഒരു മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. ആ അയൽവക്കത്തെ ആ മനുഷ്യൻ വന്ന് നിങ്ങളുടെ ശരീരം ചേന ചെത്തുന്ന പോലെയാണല്ലോ, ചെത്തിയ പോലെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതാ ഓർമ്മ വന്നു, സൗഖ്യത്തിന് കാരണമായി. അപ്പോൾ വരം മറ്റുള്ളവരെ അനുഗ്രഹത്തിലേക്കും സൗഖ്യത്തിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവരും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ നിറഞ്ഞ് ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി നന്നായി പ്രാർത്ഥിച്ച് കൃപ സ്വീകരിച്ച് വളരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.